ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇത്രയും കാലവും ഹലാൽ 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 എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക മതവിഭാഗത്തിനു മാത്രമായി പ്രത്യേക രൂപത്തിലുള്ള കച്ചവടങ്ങളെല്ലാം അവർക്ക് വേണ്ടിയിട്ട് മാത്രമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. പ്രത്യേകിച്ച് ചിക്കൻ, ബീഫ്, മട്ടൻ പോലെയുള്ളതെല്ലാം. കാരണം എല്ലാവർക്കും വേണ്ടത് ഹലാലാണ്. ഇപ്പോൾ ഒരു നോൺ മുസ്ലിം ആണൊരു ഹോട്ടൽ തുടങ്ങുന്നതെങ്കിൽ പോലും അവർ അവിടെ ഹലാൽ ഫുഡ് കൊടുക്കാൻ നിർബന്ധിതരാകുന്നു. ഇനി അതല്ല, ഒരു കാഫിർ തുടങ്ങുന്ന ഹോട്ടലാണ്, അവര് ഹലാൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അവിടെ നോൺ ഹലാൽ ബോർഡ് വയ്ക്കാൻ പോലും സമ്മതിക്കില്ല. അതായത് അവിടെയും ഹലാൽ ഫുഡ് കൊടുക്കാൻ നിർബന്ധിതരാകുന്നു. നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ മത സാഹചര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒരുപാട് മതവൽക്കരിക്കപ്പെട്ടു. കേരളം താലിബാനേക്കാൾ അധപ്പതിച്ചിരിക്കുന്നു. ഇപ്പോൾ ക്രിസ്തുമസ് ആണ്. ഇപ്പോ ഈ ക്രിസ്തുമസിന്റെ കാലഘട്ടത്തില് ക്രിസ്ത്യൻ പുരോഹിതന്മാർ അവരുടെ സമുദായക്കാരെ ഉപദേശിക്കുന്നു, നിങ്ങൾ ഹലാല് കഴിക്കരുത്. അല്ല, മുസ്ലിം പൗരോഹിത്യത്തിന് അവരുടെ ജനതയെ ഹറാമ് കഴിക്കരുത് എന്ന് ഉപദേശിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അതെന്താ കാഫിറുകൾക്ക് ഹലാല് കഴിക്കാൻ പാടില്ല എന്ന് ഉപദേശിക്കാൻ സ്വാതന്ത്ര്യമില്ലേ ഈ നാട്ടില്? എല്ലാവർക്കും ഈ രാജ്യത്ത് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സ്വാതന്ത്ര്യം ഈക്വലാണ്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് അവരുടെ മതം മാർക്കറ്റ് ചെയ്യാൻ, അവരുടെ ഹലാൽ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കി മാർക്കറ്റ് ചെയ്യാൻ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഉള്ള ഈ നാട്ടില് എന്തുകൊണ്ടാണ് കാഫിറുകൾക്ക് അവരുടെ പ്രോഡക്റ്റ് വിപണിയിൽ ഇറക്കി മാർക്കറ്റ് ചെയ്യാൻ പറ്റാത്തത്? അവർക്ക് നോൺ ഹലാൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാക്കാമാരെ, അച്ചായന്മാരെയും അതുപോലെ ഹിന്ദുക്കളെയും ഒന്നും നിങ്ങൾ പിടിക്കുന്നിടത്ത് കിട്ടത്തില്ല. അതുകൊണ്ട് ആന്റണി തറേക്കടവിൽ അച്ഛൻ കൃത്യമായ രൂപത്തിൽ, ശക്തമായ ഭാഷയിൽ, ചടുലമായ ശൈലിയിൽ ക്രിസ്ത്യാനികളെ ഉപദേശിക്കുകയാണ്, നിങ്ങൾ ഹലാല് കഴിക്കരുത്, നിങ്ങൾ ഹലാല് കഴിക്കരുത്. ഇവര് വിചാരിച്ചിരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമേ ശബ്ദമിട്ട് സംസാരിക്കാൻ അറിയൂ, അവർക്ക് മാത്രമേ ഗാംഭീര്യത്തോടെ സ്പിരിച്വൽ പ്രസംഗങ്ങൾ നടത്താൻ പറ്റൂ. ഇവര് കിടന്നില്ല കാളയും പോത്തും മോങ്ങുന്നത് പോലെ കിടന്ന് അലറി വിളിക്കുന്നത് പോലെയല്ല പറയേണ്ടുന്ന കാര്യം കൃത്യമായി മർമ്മപ്രധാനമായി പറയാൻ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കും സാധിക്കുമെന്ന് ആന്റണി അച്ഛൻ തെളിയിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഹലാൽ ഭക്ഷണം കഴിക്കുന്നത്? എല്ലാവരും കഴിക്കുന്നുണ്ടാവില്ല, എല്ലാവരും കഴിക്കുന്നുണ്ടാവുകയാണ്. എന്തുകൊണ്ടാണ് ഹലാൽ ഭക്ഷണം കഴിക്കുന്നത് പാപമാകുന്നത് എന്ന് പറയാം. ക്രിസ്തുവിന് മുമ്പ് 1000 വർഷങ്ങൾക്ക് 1300കളിൽ മോശയ്ക്ക് ദൈവം, ഞാൻ യാഹ്വയാണ്, കർത്താവാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല, ഞാനാണ് സത്യദൈവം, ഇതാണ് എന്റെ എന്നേക്കുമുള്ള നാമം എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിന് മുമ്പ് 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം ഈ യഹൂദര് പിന്നീട് സാവധാനം പല നാടുകളിൽ എത്തിപ്പെട്ട കൂടെ അറേബ്യയിലും എത്തിപ്പെട്ടിരുന്നു. അതെങ്ങനെ തെളിയിക്കാമെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ എടുത്തിട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിക്കുകയാണെങ്കിൽ, അപ്പസ്തോല പ്രവർത്തനത്തിൽ പന്തക്കുസ്തായിൽ പരിശുദ്ധാത്മാവ് വരുന്ന അവസരത്തിൽ അറേബ്യയിൽ നിന്നുള്ള യഹൂദരെയും അവിടെ കാണാം. യഹൂദർ അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഫലമായി പന്തക്കുസ്തായുടെ ഭാഗമായിട്ടായിരിക്കാം ക്രിസ്തീയ സമൂഹവും അറേബ്യയിൽ വളർന്നു വന്നു. 1-ാം നൂറ്റാണ്ട് മുതൽ ഇസ്ലാമിന്റെ ചരിത്രം എന്താണ് എന്നറിയുന്ന ക്രിസ്ത്യാനികൾ ഇവിടെയുണ്ട്. അവര് മതേതര മൂല്യങ്ങൾ മുറുകെ പിടിച്ച്, ഇസ്ലാം മതവിശ്വാസികൾ അവരുടെ മതമനുസരിച്ച് പോയിക്കോട്ടെ, ക്രിസ്ത്യാനികളുടെ അവരുടെ മതമനുസരിച്ചും ഹിന്ദുക്കൾ അവരുടെ മതമനുസരിച്ചും മുന്നോട്ട് പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഓരോരുത്തരും അവനവന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും മുറുകെ പിടിച്ച് പോയപ്പോൾ പറ്റില്ല, ഇവിടെ ഞമ്മന്റെ ആളുകൾ മാത്രം മതി എന്ന ഒരാശയവുമായി നിങ്ങൾ രംഗപ്രവേശം ചെയ്തപ്പോൾ ക്രിസ്ത്യാനികൾ എക്സ്ട്രാ ബോൾഡായി പ്രതികരിക്കാൻ പഠിച്ചു. തന്റെ സമുദായക്കാരെ കൺവിൻസ് ചെയ്യാനും പഠിച്ചു. തന്റെ ദർശനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ, വെളിപാടുണ്ടായി കഴിഞ്ഞപ്പോൾ ആദ്യം പോയി 3 വർഷം താമസിക്കുന്നത് അറേബ്യയിലാണ്. അങ്ങനെ ഇരിക്കെ അവിടെ സഭ വളർന്നു വന്നു. ഈ മദീന എന്ന് പറയുന്നത് യഹൂദരുടെ കേന്ദ്രമായിരുന്നു, യഹൂദന്റെ കേന്ദ്രം. അവിടെ ഇതേ സമയത്ത് കാബ എന്ന് പറയുന്ന ഖുറൈശികളുടെ ആരാധന സ്ഥലത്ത് അള്ളാഹ് ആരാധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം, മെക്കയിലും മദീനയിലും യഹൂദര് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കെ
കാബയിൽ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് സമൂഹം ജീവിക്കുന്നത്. ഒരു പ്രശ്നവുമില്ല. വളരെ കൂളായിട്ട് നമ്മുടെ നാട്ടിൽ അമ്പലത്തിലും ക്രിസ്ത്യ ദേവാലയത്തിലും മുസ്ലിം പള്ളികളിലും ആരാധന നടക്കുന്നത് പോലെ എല്ലാം നടക്കുന്നുണ്ട്. അവിടെ ഒരു കുഴപ്പവുമില്ല. സ്ത്രീകളൊക്കെ വളരെ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നുണ്ട്. കവികളൊക്കെ അവരുടെ സ്വാതന്ത്ര്യം ജീവിക്കുന്നു. എല്ലാവരും ജീവിക്കുന്നുണ്ട്. ഇങ്ങനെ ക്രിസ്തുവിന് ശേഷം 6 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മുഹമ്മദ് വരുന്നത്. മുഹമ്മദ് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് പറയുന്ന വെളിപാട്, എന്തെങ്കിലും വേണം. ഈ വെളിപാടിന് ശേഷം അദ്ദേഹം വന്ന് പറഞ്ഞു, അള്ളാഹു, ഈ കാബയിലെ അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറഞ്ഞ് ഇവിടെ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കെ ഈ അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ദേവന്റെ പേര് പറഞ്ഞുണ്ടാക്കുന്ന ഭക്ഷണം നിങ്ങൾ എന്തുകൊണ്ടാണ് ഭക്ഷിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചോദ്യം ഇത് തിന്മയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവത്തെ തിരസ്കരിച്ച ഭക്ഷണമാണത്. ഭക്ഷണമോ എന്ത് സാധനമായിക്കൊള്ളട്ടെ. നിങ്ങളൊരു മുസ്ലിമിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവരുടെ കർമ്മം അനുസരിച്ച്, അവരുടെ ഈ ഹലാൽ അനുസരിച്ച് ഉണ്ടാക്കിയ ഭക്ഷണത്തെ കുറിച്ചാണ്. അങ്ങനെ ഒരു മുദ്രയുള്ള ഒരു സാധനം ഉപയോഗിച്ചുകൂടാ വിശ്വാസമുള്ളവർ. ഇനി അങ്ങനെ ഇത് തിന്മയാണെന്ന് പറയാൻ കാരണം ഇത് സത്യദൈവത്തെ നിരസിച്ചതാണ്. ഈ ദൈവം ഇല്ലെന്ന് പറഞ്ഞതാണ്. ധൂപം അർപ്പിച്ചവർക്ക് അർപ്പിക്കാൻ പറ്റാത്തവർക്ക്, നിങ്ങൾ മക്കബായരുടെ പുസ്തകം വായിച്ചാൽ, 2-ാമത്തെ മക്കബായരുടെ പുസ്തകം 7-ാം അധ്യായം വായിച്ചാൽ ഒരമ്മയുടെയും 7 മക്കളുടെയും കഥ അവിടെ കാണാം. 6-ാം അധ്യായം വായിച്ചാൽ കർത്താവിന്റെ അവർക്കത് പന്നിമാംസം ഭക്ഷിക്കാൻ നിഷിദ്ധമാണ്. അപ്പോ എലയാസറിനോട് പറയും, 90 വയസ്സായി, അയാളോട് പറയുന്നത്, നീ പന്നിമാംസം ഒന്നും കഴിക്കണ്ട, നീ പന്നി മാംസം എന്ന രൂപയാണ് നിനക്ക് അനുവദനീയമായ ഭക്ഷണം കഴിച്ച് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞത്. എലയാസോട് ഞാൻ കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ നിയമത്തിനെതിരെ ഞാൻ ഒന്നും പ്രവർത്തിക്കുകയില്ല. ഇങ്ങനെയുള്ളവരുടെ പരമ്പരയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. ഈ ജസ്റ്റിസ് കുര്യൻ ജേക്കബ് ജോസഫിനോട്, അദ്ദേഹം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ജഡ്ജ് ചെയ്തു. നമ്മുടെ ഈ എറണാകുളം ഭാഗത്തോടെ ഒരു ജഡ്ജിയാണ്, ഇപ്പോ റിട്ടയർ ചെയ്തു. ഇദ്ദേഹത്തോട് ഒരിക്കൽ ഈ ഷക്കീന ചാനലില് അവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ പെന്തക്കോസ്താ കുടുംബങ്ങളിലൊന്നും പെമ്പിള്ളേര് ചാടിപ്പോകാത്തത്, എന്നാൽ കത്തോലിക്കരുടെ കുടുംബങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് കണ്ടമാനം പെമ്പിള്ളേര് ചാടിപ്പോകുന്നത് ചോദിച്ചു. നിങ്ങൾക്ക് യൂട്യൂബിലെ കിടപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ദൈവസ്നേഹത്തിന്റെ കുഴപ്പമാണ്. ദൈവസ്നേഹമുള്ളവർക്ക് ഇതും അതും കണക്കാന്ന് പറഞ്ഞ് ചാടിപ്പോകാൻ പറ്റില്ല. അവര് പോകാറില്ല. കത്തോലിക്ക കുടുംബങ്ങൾ നമുക്ക് ഹലാലാലം കുഴപ്പമില്ല, ഇല്ലേലും കുഴപ്പമില്ല, നമ്മളെല്ലാം കഴിക്കുന്നു. ഏത് ദേവനാണ് സത്യം എന്ന് നമുക്ക് അറിയാൻ മേലാതെയായി. നമുക്ക് സത്യം തിരിച്ചറിയാൻ മേലാതെയായി. കാരണം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ഈ ദൈവത്തിന്റെ കൃപയൊന്നുമല്ല. നമ്മൾ എന്താണ് മാമോദീസയുടെ അവസരത്തിൽ, നിങ്ങൾ മാംസം കൂടിയിട്ടുണ്ടല്ലോ, ഏറ്റവും കുറഞ്ഞത് പ്രായമായപ്പോൾ കൂടിയിട്ടെങ്കിലും ഉണ്ട്. എന്താണ് നമ്മുടെ സീറോ മലബാർ സഭയിലാണെങ്കിൽ ചോദിക്കുന്നത്? പിശാചിന്റെ ദാസ്യത്തിൽ നിന്ന് സ്വതന്ത്രനാക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ? ഒന്ന്. രണ്ടാമത്തത്, പാപമാർഗങ്ങൾ നീ ഉപേക്ഷിക്കുന്നുവോ? മൂന്നാമത്തത്, മിശിഹായെ രക്ഷകനായി നീ സ്വീകരിക്കുന്നുവോ? ഈ ചോദ്യങ്ങൾ, അതായത് ഖുർആനും ഹദീസും പറഞ്ഞ് മുസ്ലിങ്ങളെ ബോധവൽക്കരണം നടത്തി നിങ്ങളുടെ മതം വളർത്തിയപ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചില്ല ഇത് നിങ്ങൾക്കും തിരിച്ചടിയാകുമെന്ന്. ഹലാല് വിറ്റോട്ടെ, കുഴപ്പമില്ല, നോൺ ഹലാലിനെ നിങ്ങൾ എതിർത്ത് തുടങ്ങിയതോടെ നിങ്ങൾക്ക് പണി കിട്ടി തുടങ്ങി. ഇവിടെ ഹലാല് വിൽക്കുന്ന അതേ സ്വാതന്ത്ര്യം നോൺ ഹലാല് വിൽക്കാനുമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ വിഷയം തീർന്നിരുന്നില്ലേ? ഒരു വേള നിങ്ങൾ ചിന്തിച്ചു ഇത് പാകിസ്ഥാനാണെന്ന്. ഒരു വേള നിങ്ങൾ ഇതിനെ അഫ്ഗാനാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. ഇത് ഇറാനാണ് എന്ന് നിങ്ങൾ അങ്ങ് ധരിച്ചു വെച്ച് പഠിപ്പിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചടി കിട്ടിയപ്പോൾ ബോധ്യപ്പെട്ടില്ലേ? നമ്മൾ എന്തു വിതയ്ക്കുന്നോ അത് നമ്മൾ കൊയ്ത് തന്നെ തീരും. ഇവിടെ ഇസ്ലാം മത പ്രഭാഷണം എന്ന രൂപത്തിൽ, ഇസ്ലാം മത പ്രബോധനം എന്ന രൂപത്തിൽ അന്യമത വിശ്വാസികളുടെ വിശ്വാസങ്ങളെയും ആരാധനകളെയും ആചാരങ്ങളെയും അനാവശ്യമായി എടുത്തു വിമർശിച്ചപ്പോൾ നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല അവർക്ക് ഇത് സ്വന്തം ഭാഷയിൽ വായിക്കത്തക്ക രൂപത്തിൽ കിട്ടുമെന്ന്. ഖുർആനും ഹദീസിലും എന്താണ് പറയുന്നത് എന്ന് ഒരു മുസ്ലിം പുരോഹിതൻ പറയുന്നതിനേക്കാൾ സ്പഷ്ടമായും കൃത്യമായും വ്യക്തമായും സുദൃഢമായും വക്രതയില്ലാതെ ബ്രാക്കറ്റുകളില്ലാതെ പെയിന്റടിയില്ലാതെ പറയാനും സ്വന്തം ജനതയെ സംസ്കരിക്കാനും സാധിക്കുന്ന ഒരു ക്രിസ്ത്യൻ ജനത, ഒരു ഹിന്ദു ജനത, അവരിലെ പൗരോഹിത്യം വളർന്നു വരുമെന്ന് നിങ്ങൾ ചിന്തിച്ചില്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് നോൺ ഹലാല് കഴിക്കരുത് എന്ന്
വ്യക്തമായി പറയുന്നത് എന്ന് ആന്റണി തറയക്കടവിലച്ചൻ പേടിച്ചിട്ടാണോ പറയുന്നത്? അല്ല. തല പോകുമെന്ന് ഭയമുണ്ടോ? ഇല്ല. ഇനി അങ്ങനെ വേണമെങ്കിൽ എടുത്തോണ്ട് പോടാ. ഈ തലയും ഈ കൈയും ഈ കാലുമാണോ നിനക്ക് വേണ്ടത്? എടുത്തോണ്ട് പോയിക്കോ. 1000 ആന്റണിമാര് വരും പിന്നാലെ. ആ പൂർണ്ണ വിശ്വാസത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്. നന്ദി.